ആ പിന്നെ എന്റെ സ്പൂക്കി സ്റ്റോറീസ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പട്ടാളക്കാർക്ക് കുപ്പി കിട്ടുന്നൊക്കെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്കിത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാരണം മൂപ്പരങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന ഈ കാര്യം നടന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പാ. എന്റെ ഹസ്ബൻഡ് ഊട്ടിയിൽ വെല്ലിംഗ്ടണിൽ സ്റ്റാഫ് കോളേജ് ചെയ്യായിരുന്നു അന്ന്. അപ്പൊ അവിടെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു വയസ്സായ ഒരാൾ വരും. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വരും. അയാളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും. നമ്മൾ പെണ്ണുങ്ങളാണെങ്കിൽ പണ്ടേ പൂവിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഫസ്റ്റ് ടൈം ഇയാൾ വന്നപ്പോൾ ഞാൻ അയാൾക്ക് എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കാശ് വേണ്ട, ഒരു പെഗ് തന്നാൽ മതിയെന്ന്. ഞാനാകെ അന്തം വിട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് പൂവൊന്നും വേണ്ട, പൊക്കോളോന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇയാൾ പിന്നെയും വന്നു കേട്ടോ. കയ്യിലാണെങ്കിലോ നല്ല ഭംഗിയുള്ള പൂക്കളും. ഇയാളാണെങ്കിലോ പിന്നെയും പെഗ് വേണം തന്നെ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷെ അയാൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അത്ര നല്ല പൂക്കളായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് വൈകുന്നേരം മൂപ്പർ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര കുപ്പികൾ ഇവിടെ ഇരിക്കണില്ലേ, നിങ്ങളാണെങ്കിൽ കുടിക്കണമില്ല, ഒരു ഇത്തിരി എടുത്ത് വെച്ചിട്ട് പോവോ, ഞാനത് അയാൾക്ക് കൊടുക്കാം, എന്ത് വില കൂടിയ പൂക്കൾ അറിയോ എന്ന്. അപ്പൊ എനിക്ക് നല്ല ചീത്തയും കേട്ടു. മൂപ്പര് പറഞ്ഞു മിണ്ടാണ്ട് അവിടെ ഇരുന്നോ, നിനക്ക് വേറെ പണിയുണ്ടോന്ന്. പിന്നത്തെ ആഴ്ച അയാൾ വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി എൻ്റെ നിന്ന് പെഗൊന്നും കിട്ടില്ല എന്ന്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഒരു 50 രൂപ തന്നോളൂ എന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നല്ല ലാഭം. എത്ര ഫ്ലവേഴ്സ് അറിയോ, നല്ല വില കൂടിയ ലില്ലിയാണ്, ഒരു ഫുൾ ബഞ്ച് ഉണ്ട്. ഞാൻ വേഗം ഒരു 50 രൂപ കൊടുത്ത് അത് വാങ്ങി. ഇതിങ്ങനെ 2-3 ആഴ്ച തുടർന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് സംസാരിക്കുക. അപ്പൊ എന്റെ പോലെ ഫ്ലവേഴ്സ് വാങ്ങുന്ന വേറെ ലേഡീസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ലേഡി പറഞ്ഞു നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ, അയാൾ എവിടുന്ന ഈ പൂക്കളൊക്കെ കൊണ്ടുവരണേ? ഞങ്ങള് പറഞ്ഞു വല്ല ഗാർഡനിന്നായിരിക്കും, ഊട്ടിയിൽ നിറയെ പൂക്കളല്ലേ. അപ്പൊ അവര് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അയാൾ ഇത് കൊണ്ടുവരുന്നത് ഗാർഡനിന്നൊന്നല്ല, അവിടെ അടുത്തൊരു സിമെട്രി ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന ഡെഡ് ബോഡിയുടെ മുകളിൽ വെക്കുന്ന ലില്ലിപ്പൂക്കളും അങ്ങനത്തെ പൂക്കളൊക്കെയാണ് അയാൾ പെറുക്കി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണത് എന്ന്. എന്തായാലും പൂ പോയിട്ട് പൂവിന്റെ ഇല പോലും പിന്നെ ഞാൻ ആ സ്റ്റേഷനിൽ പോണ വരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല. എന്റെ ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങളിപ്പോ എന്താ വിചാരിക്കണേന്ന് എനിക്കറിയാം. വേണ്ട വേണ്ട, പണ്ട് രേവതി പറഞ്ഞ മാതിരി ഞാൻ ഇത്രയ്ക്കേ ചെയ്തിട്ടുള്ളൂന്നേ.